പ്രജിത, ഉടനടി ഒരു യുദ്ധത്തിന്, ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് ഒരു അയൽരാജ്യം തയ്യാറെടുക്കുന്നു കേൾക്കുന്നു, ശരിയാണോ? അയൽരാജ്യം തയ്യാറെടുക്കല്ലേ, നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, ചില ചൊറിച്ചിൽ മാറാനായിട്ട് ചില അടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ പാകിസ്ഥാനാണോ ബംഗ്ലാദേശാണോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിലും സംശയമാണ്. കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ നിന്ന് കണ്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു മറുപടി എന്തായാലും കൊടുക്കണം. ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പുതിയ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് കേട്ടോ, NCP, അതിൻ്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു 7 സിസ്റ്റേഴ്സിനെ ഞങ്ങളിങ്ങനെ കീറി മുറിച്ചെടുക്കും എന്ന് പറഞ്ഞു. ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. 7 സിസ്റ്റേഴ്സ് എന്നിവർ പറയുന്നത് അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുരയാണ്. ഇതിൽ അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ അത് ഒരേ രീതിയിൽ, അതായത് ഡയറക്റ്റ് ബോർഡറാണ്. അപ്പോൾ ഈ ബോർഡർ മുഴുവനും നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉടനീളം നമുക്ക് എന്നും ഈ ഒരു ഭീഷണിയുണ്ട്. ഏത് സമയത്താണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന പോകുന്നതിന് ശേഷമാണെങ്കിൽ വളരെയധികം ഭീഷണിയുണ്ട്, അല്ലെങ്കിലും അവിടെ നിന്ന് കടന്നുകയറ്റം നമുക്കുണ്ട്. അപ്പോൾ ഈ സമയത്താണ് പറയുന്നത് ഇത്തരത്തിൽ ഈ 7 സിസ്റ്റേഴ്സിനെ ഞങ്ങൾ കീറി മുറിച്ചെടുക്കും. ഇതിനു മുമ്പ് ബബിതക്ക് ഓർമ്മയുണ്ടാകും, ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഒരു ഭൂപടം ഇവർ നിർമ്മിച്ചു. എന്നിട്ട് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഇവര് സ്ഥാപിച്ചു. അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ. എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പൊ നമ്മൾ ചോദിച്ചു, ഇതെന്താണ് ഹേ കാണിക്കുന്നത്, ഇത് ഞങ്ങളുടെ സംസ്ഥാനങ്ങളോട് ചേർത്തിട്ടാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അയ്യോ അളിയ, അത് അറിയാണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. ഇവർക്ക് അറിയാം അടി കിട്ടും മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ എന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു നയത്തിൽ കൊണ്ടുപോവുകയും ചെയ്യണം. ഇവർക്കിപ്പോൾ ഇവിടെ വിഷയങ്ങൾ ഇരിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഒരു കവർ പേജ് അടങ്ങുന്ന പുസ്തകമാണ്. അല്ല, എൻ്റെ ഒരു സംശയം, ഇപ്പൊ പെട്ടെന്ന് ബംഗ്ലാദേശ് ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുവന്നത് അവിടുത്തെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ ഒരു അടുത്ത് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കില്ലേ? അതിന് സാധ്യതയുണ്ട്. കാരണം ഫെബ്രുവരിയിലാണ് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂനസിനെ സംബന്ധിച്ച് യൂനസിന് അവിടെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത, യൂനസിന്റെ കാര്യം എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ. അടുത്ത അഭയാർത്ഥിയാണോ എന്നുള്ള സംശയം എനിക്ക് വല്ലാതെയുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എനിക്കൊന്നും ഈ NCP-നെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ ഇന്ത്യനെ തന്നെ ഡയറക്റ്റ് ആക്രമിച്ച് അല്ലെങ്കിൽ വെട്ടിമുറിക്കും. അതായത് ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ നമ്മൾ കരുതുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഘടകം തന്നെ അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഒരു പുതിയ രൂപത്തിൽ അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു പക്ഷെ ഇന്ത്യയെ ഡയറക്റ്റ് ആക്രമിക്കുക, അതുവഴി ഇന്ത്യയുടെ ശത്രുക്കളെ ഒന്നിച്ചു കൂട്ടി അവിടെ ഒരു ഭരണം കൊണ്ടുവരിക എന്നുദ്ദേശിച്ചിട്ടായിരിക്കില്ലേ? അതിൻ്റെ ഇടയിൽ അതോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മൊത്തം SIR നടപ്പാക്കുകയാണല്ലോ. അപ്പൊ SIR ബംഗാളിലെ കാര്യം, മമത അവിടെ ഇരുന്ന് വളരെ വാല് മുറിഞ്ഞിട്ടും മമത പറയാണ്, ഇല്ല ഞാൻ സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല ഞാൻ ഇവരെ എന്നാണ് പറയുന്നത്. പക്ഷെ 58 ലക്ഷം പേര് അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. ഈ പുറത്തു പോകുന്ന ഓരോരുത്തരെയും ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ അവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അധികം വരുന്നില്ല. ഇവർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു വിടുന്ന ഈ അഭയാർത്ഥികളെ മുഴുവൻ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഡേഞ്ചറാണ്. ഈ പോകുന്നവരെല്ലാം ഇന്ത്യക്ക് എതിരായിട്ട് വരും. കാരണം അവിടെ നിന്നൊരു തീവ്രവാദം ഇങ്ങോട്ടേക്ക്. അതെ, ഇപ്പോ US നിന്ന് നമ്മുടെ ആളുകളെ ഇങ്ങോട്ടേക്ക് കടത്തിയ സമയത്ത് നമ്മൾ വലിയ രീതിയിൽ പറയുകയും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ വന്നവന്മാരൊക്കെ ഉഡായിപ്പുകളായിരുന്നു എന്ന് ഭൂരിഭാഗം എന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ പ്രതിപക്ഷം നേരെ തിരിച്ചു പറഞ്ഞു, ഈ കഴുത്തിലും കയ്യിലൊക്കെ ചങ്ങലയിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അത് അത്ര ശരിയല്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഈ വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും, അതായത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും മുസ്ലിമുകളാണ്. നമുക്കത് പറയുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇവരാണല്ലോ അവിടെ നിന്ന് കൂടുതലായിട്ട് വരിക. തിരിച്ച് ഇവർ ചെല്ലുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടായിട്ടുള്ള ഇതേ വികാരത്തിന്റെ ഏറ്റവും കൂടിയ രീതിയിലുള്ള ഒരു വികാരം ഉണ്ടാവും, വൈരാഗ്യം. ഈ വൈരാഗ്യമുള്ളവനെ നേരെ തിരിച്ചുവിടാൻ, അതായത് ആരാണോ അവനെ ഉപദ്രവിച്ചത് അതിന്റെ കാരണം പോലും മനസ്സിലാക്കാതെ അവനിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പെട്ടെന്ന് പറ്റും. കാരണം ഉള്ളിൽ ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത കിടക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ അതിർത്തി
ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിട്ട് പാകിസ്ഥാനും ചേർന്നുകൊണ്ട് അവർ തമ്മിൽ ഇപ്പൊ ഭയങ്കര ഭായ് ആണല്ലോ. അപ്പൊ ഈ ബായും കൂടെ ചേർന്നുകൊണ്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ മുഴുവനും സ്ഥാപിക്കണം, പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അവരുടെ ഭീകര പ്രവർത്തന ക്യാമ്പുകളൊക്കെ ഈ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യാപിപ്പിച്ച സ്ഥലങ്ങളിലേക്ക് ഈ പോകുന്നവരിൽ റിപ്പോർട്ട് ചെയ്യുന്നവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വൈരാഗ്യം പ്ലസ് ഭീകരവാദം ആകുമ്പോൾ ഉള്ള തലച്ചോറും ഊരി വെച്ചിട്ട് ഭീകരപ്രവർത്തനമായിരിക്കുമല്ലോ പ്രവർത്തിക്കുന്നുണ്ടാവുക. അടിമുടി ശ്വസിക്കുന്നത് പോലും അതായിരിക്കും. അപ്പോൾ അവര് ആ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു നുഴഞ്ഞുകയറ്റമോ അല്ലെങ്കിൽ അതിർത്തിയിൽ ഒരു അസ്വാരസ്യമോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഡയറക്റ്റ്, ഇപ്പൊ ബബിത പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരുപക്ഷെ ഡയറക്റ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ബംഗ്ലാദേശ് ഡയറക്റ്റ് അടിക്കലായിരിക്കില്ല ഉണ്ടാവുക. ഈ അതിർത്തി മുഴുവനും എപ്പോഴും അസ്വസ്ഥമായി കിടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. ഈ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ കയറി അടിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം പാകിസ്ഥാൻ ഈ ഞുണുക്ക് ബുദ്ധികൾ, ഈ കുടില ബുദ്ധിയൊക്കെ കുറച്ച് കൂടുതലുള്ള ടീംസ് ആണല്ലോ. അപ്പൊ അവർ അങ്ങനെയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അകമഴിഞ്ഞുള്ള ഒരു പിന്തുണ US-ന്റെ ഉണ്ടാവും. ഇന്ത്യ അങ്ങനെ ഇപ്പം പാകിസ്ഥാന്റെ ഈ ദയനീയ അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ ഡയറക്റ്റ് അടിക്കുമെന്ന്. സാധ്യത കൂടുതലും ഒരുപക്ഷെ ബംഗ്ലാദേശ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സ്റ്റണ്ട്, അതായത് നമ്മുടെ തന്നെ ഒരു ചങ്കിൽ കുത്തുന്ന പോലെ ഒരു പോർഷനാണ് അവർ ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞേക്കണം എടുക്കും എന്നുള്ള രീതിയിൽ. ആ ഒരു പോർഷൻ വെച്ചുകൊണ്ട് ഒരു വിലപേശലിലേക്കായിരിക്കില്ലേ പോകുന്നത്? വിലപേശലിലേക്ക് പോകാനുള്ള സാധ്യതകൾ അല്ല, അതിനുള്ള ഒരു ഇപ്പൊ പറഞ്ഞില്ലേ ബബിത പറഞ്ഞതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഡയറക്റ്റ് അടിക്കില്ല എന്ന് പറയാൻ നമുക്ക് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം F-16 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളെല്ലാം ഈ US കൊടുക്കുന്നുണ്ട്. പിന്നെ തുർക്കിയുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തുമാണ് ഇവർ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിനെ ഇവർ തിരിച്ചടിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ചൈനയുടെ ആയുധങ്ങൾ നമ്മൾ കണ്ടു, US-ന്റെ ആയുധങ്ങൾ കണ്ടു, തുർക്കിയുടെ ഡ്രോൺസ് കണ്ടു. ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ഇവർക്ക് എങ്ങനെയൊക്കെയോ ഇത് കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയെന്നല്ല, ഇവരെ വെച്ചിട്ട് ഇവരെ ബിനാമിയാക്കി, നമ്മൾ ബിനാമി ഇടപാടുകളാണ് എന്ന് പറയുന്നത് പോലെ ഇവരെ ബിനാമിയാക്കി വെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ബംഗ്ലാദേശിനെ അവർക്ക് അവിടെ ഭരണം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. യൂനസ് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ ഒരു പാവ സർക്കാർ ഉണ്ടാകും. പക്ഷെ അതുമായി ചേർന്നുകൊണ്ട് ജമാഅത്തെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. ഇപ്പോഴത്തെ അടിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ പാകിസ്ഥാൻ, എൻ്റെ ഒരു തോന്നൽ പാകിസ്ഥാനാണ്. ബംഗ്ലാദേശ് ഇതിന് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ വടക്കുകിഴക്കൻ അതിർത്തികളിൽ മുഴുവനും അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. കാരണം ഇവർക്ക് ഇങ്ങനെ വലിയ രീതിയിൽ ജമാഅത്തെ പോലുള്ളവരുടെ ആശയങ്ങൾ പേറുന്നവരാണ് ഭൂരിഭാഗവും. ഇപ്പോൾ ആ രീതിയിലേക്ക് ബംഗ്ലാദേശ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇത്രയും ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ വോട്ട് ബാങ്ക് അവിടെ സെറ്റാവും, വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാവും. അവാമി ലീഗ് ഇല്ലല്ലോ, പിന്നെ ഉള്ളത് ഈ പറയുന്ന തീവ്രവാദ പാർട്ടികൾ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ഒരു ഭരണം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ആവശ്യവും നടക്കും. അതിലൂടെ പിന്നീട് ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ ഏതാണ് ആദ്യം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ചൊറിഞ്ഞ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാതിരിക്കാനും പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക രീതി, ആ ഒരു സംസ്കാരം നമുക്കില്ല. നമ്മൾക്ക് അടി കൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ നിരീക്ഷിച്ച് അതിൻ്റെ ഘടകങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പോയിന്റ് ഔട്ട് ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. അല്ലാതെ ഇവരുടെ തലയ്ക്ക് പിന്നെ മതഭ്രാന്താണല്ലോ, നമുക്ക് ആ സാധനം ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, അസം മുഖ്യമന്ത്രി ഹിമന്തയൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു 1000 അർത്ഥം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. ഹിമന്ത പറയുന്നുണ്ട്, നിങ്ങൾ
ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് കരുതിയിട്ട് കൂടുതൽ ചൊറിയാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമന്തയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ആർമീനെ ഇറക്കി കഴിഞ്ഞാൽ, കാരണം 15 കോടിയിലെ താഴെ ആളുകളുള്ളൂ ബംഗ്ലാദേശിൽ. ഉത്തർപ്രദേശിന്റെ പകുതിയുടെ പകുതിയെ വരത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അവിടെ ആളുകള് 15-17 കോടിയേ ഉള്ളൂ ബംഗ്ലാദേശില്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്ഥാനവും അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബംഗ്ലാദേശിനെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ വിളിച്ചിട്ട് ഇന്ത്യ കൃത്യമായ താക്കീതും കൊടുത്തിട്ടുണ്ട്. ഈ വിളച്ചിൽ ഇതോടുകൂടി നിർത്തിക്കോണം. ഇനി വിളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥോർത്തിയിൽ നിർത്തുന്നത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഒരേ സമയം 2 പോർമുഖങ്ങൾ തുറക്കാനുള്ള ശേഷിയൊക്കെ ഇന്ന് ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം.